ഹായ് മക്കളെ, അപ്പോൾ റീനീറ്റിന്റെ സീരീസിന്റെ ഭാഗമായി അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ വർഷ, സുവോളജി ഫാക്കൽറ്റി, ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലം. ഓക്കെ, ഇന്നത്തെ ചാപ്റ്റർ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻ ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ദ സിംപ്ലസ്റ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ? സിംപ്ലസ്റ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. ആൽവിയോളെ എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ റെസ്പിറേറ്ററി ഓർഗൻ ആണ്. എനിവേ എക്സ്ക്രീഷൻ കാർബൺ ഡയോക്സൈഡിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലങ്സിന്റെ ഭാഗമാണ് ആൽവിയോളെ. അതൊരു സിംപ്ലസ്റ്റ് ഓർഗൻ അല്ല. രണ്ടാമത്തത് ഫ്ലെയിം സെൽസ് കാണുന്നത് ആരിലാണ്? ഫ്ലെയിം സെൽസ് പ്ലനേറിയയിലാണ്. ഫ്ലെയിം സെൽസ് കാണുന്നത് പ്ലാറ്റി ഹെൽമിന്താണ്. ആര്? പ്ലനേറിയ. നെഫ്രീഡെ കാണുന്നത് ആരില്ല? എർത്ത് വേമിലാണ്, അനലിഡ്സിലാണ് എന്ത് കാണുന്നത്? നെഫ്രീഡിയ കാണുന്നത്. കിഡ്നി എന്ന് പറയുന്നത് ഹയർ ആനിമൽസിൽ കാണും. അപ്പൊ ഈ കൂട്ടത്തിൽ ഏതാണ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കാണുന്നത്? ഫ്ലെയിം സെൽസ് വിച്ച് ഈസ് സീൻ ഇൻ പ്ലാറ്റിഹെൽമിൻസ്. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഫ്ലെയിം സെൽസ്. ഇത് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓപ്ഷൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ്, ഇൻ കമ്പാരിസൺ ടു യൂറിയ, അമോണിയ ഈസ് ഹൈലി ടോക്സിക് ആണ്. അപ്പോ ലെസ് ടോക്സിക്, ഹൈലി ടോക്സിക്, നൺ എന്നാണ് ചോദിച്ചത്. അമോണിയ ഈസ് ഹൈലി ടോക്സിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ഈസ് ലീസ്റ്റ് ടോക്സിക്? NCERT ഹൈലി ടോക്സിക് എന്ന് പറയുന്നത് അമോണിയയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാണ്? യൂറിയ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യൂറിക് ആസിഡ്. അപ്പോ ലീസ്റ്റ് ടോക്സിക് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? യൂറിക് ആസിഡും. ഹൈലി ടോക്സിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അമോണിയമാണ്. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ ടോക്സിസിറ്റി ലെവൽ വരുന്നത്. അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അപ്പൊ ലീസ്റ്റ് ടോക്സിക് ആരാണ്? യൂറിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി സെറ്റ് ഓഫ് ആനിമൽസ് ദാറ്റ് ആർ എക്സ്ക്ലൂസീവ്ലി യൂറിക്കോടെലിക്. യൂറിക്കോടെലിക് എന്ന് പറയുമ്പോൾ അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ആരെയാണ്? യൂറിക് ആസിഡിനെ. യൂറിക് ആസിഡിനെ എക്സ്ക്രീറ്റ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്നാണ്? മിനിമൽ വാട്ടർ ലോസ് മാത്രം മതിയാവും. അപ്പൊ മിനിമൽ വാട്ടർ ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കാണിക്കുന്നത് ടെറസ്ട്രിയൽ ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. കാരണം വെള്ളം നമുക്ക് അത്രയും കൺസേർവ് ചെയ്യാലോ. ആരാണെന്ന് ചോദിച്ചാൽ എളുപ്പം പഠിക്കാൻ റിപ്സ് എന്ന് ഓർത്തു വെക്കുക. യൂറിക് ആസിഡിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് റിപ്സ് ആണ്. റെപ്റ്റൈൽസ്, ഇൻസെക്ട്, എല്ലാം ലാൻഡ് ആണ്. റെപ്റ്റൈൽ, ഇൻസെക്ട്, ബേർഡ്സ് ആൻഡ് ലാൻഡ് സ്നെയിൽ. ലാൻഡ് സ്നെയിലിനെയാണ് ഞാൻ എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ആരാണ്? റെപ്റ്റൈൽ, ഇൻസെക്ട്, ബേർഡ്സ് ആൻഡ് ലാൻഡ് സ്നെയിൽ. അപ്പൊ ഏതൊക്കെയാണ് ഓപ്ഷൻ വരുന്നത്? മാമൽസ് യൂറിയനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ബോണി ഫിഷസ്, വെള്ളത്തിലുള്ളവരല്ലേ, അപ്പൊ ബോണി ഫിഷസ് ആരെയായിരിക്കും എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? അമോണിയ ആയിരിക്കും. റെപ്റ്റൈൽസ്, ബേർഡ്, ലാൻഡ് സ്നെയിൽ, ഇൻസെക്ട് ആരെയാ? യൂറിക് ആസിഡ്. അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? Many bony fishes, aquatic amphibia and aquatic insects are ammoniotelic. Ammonia is readily soluble. അപ്പൊ അമോണിയൻ എക്സ്ക്രീഷൻ നടത്തുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അമോണിയ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ഓരോരുത്തരുടെയും ബോഡിയിൽ ഉണ്ടാവുന്നത് അവരുടെ കഴിക്കുന്ന ഫുഡായ പ്രോട്ടീനിൽ നിന്നാണ് അമോണിയ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ഉണ്ടാവുന്നത്. ഈ അമോണിയ എന്ന് പറയുന്നത് ഹൈലി ടോക്സിക് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദേ ആർ റെഡിലി സോല്യൂബിൾ ഇൻ വാട്ടർ. അവരെന്തില് സോല്യൂബിൾ ആണ്? വാട്ടറിൽ സോല്യൂബിൾ ആണ്. ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ആരെ എക്സ്ക്രീറ്റ് ചെയ്യാം? അമോണിയനെ എക്സ്ക്രീറ്റ് ചെയ്യാം. എങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ഓർഗൻ വേണ്ട. ബോഡി സർഫേസ് വഴിയും ഗിൽസ് വഴിയും ഡിഫ്യൂഷൻ വഴി നമുക്ക് ആരെ പുറത്തേക്ക് കളയാം? അമോണിയനെ പുറത്തേക്ക് കളയാം. ഇങ്ങനെ അമോണിയനെ പുറത്തേക്ക് കളയുന്നത് അപ്പൊ മിക്കവാറും ആരായിരിക്കും? അക്വാറ്റിക് ആയിട്ട് കാണുന്നവരായിരിക്കും. ആരൊക്കെയാണ്? മെയിൻലി ബോണി ഫിഷസ്, അക്വാറ്റിക് ആംഫീബിയൻസ്, അക്വാറ്റിക് ഇൻസെക്ട്സ്. ഇത്രയും ആൾക്കാരാണ് ആരെ പുറത്തേക്ക് കളയുന്നത്? അമോണിയനെ. അപ്പൊ അമോണിയ എന്ന് പറയുന്നത് പ്രോട്ടീനിൽ നിന്നുണ്ടാവുന്നതാണ്. അമോണിയ ഹൈലി ടോക്സിക് ആണ്, സോല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണം ഇവരെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ.
ബോഡി സർഫേസും ഗിൽസ് വഴിയും ഡിഫ്യൂഷൻ വഴിയാണ് അമോണിയനെ പുറത്തേക്ക് കളയുന്നത്. അമോണിയം അയോൺസ് ആയിട്ടാണ് കളയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ആണ് ചോദിച്ചത്. മെനി ബോണി ഫിഷ്, അക്വാറ്റിക് ആംഫീബിയ, ഇൻസെക്ട് അമോണോട്ടേലിക് ആണ്. റെഡ്ലി സോലുബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതേ സോലുബിൾ ആണ്. അമോണിയ ജനറലി ബോഡി സർഫേസ് ഓർ ഗിൽസ് വഴിയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് അമോണിയം അയോൺസ് ആയിട്ട്. ശരിയാണ്. ഓൾ ഓഫ് ദി എബോവും ശരിയാണ്. ആൻസർ 4 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂറിക് ആസിഡ് ഈസ് നൈട്രോജീനിയസ് വേസ്റ്റ്. അപ്പൊ നമ്മള് ആദ്യം അമോണിയനെ പഠിച്ചു അല്ലേ? അമോണിയ എവിടുന്ന് വന്നതാ? പ്രോട്ടീനിൽ നിന്ന് വന്നതാ. പിന്നെ ഇപ്പൊ കാണാം നമ്മളെ യൂറിക് ആസിഡ് വരുന്നു. യൂറിക് ആസിഡ് ആക്ച്വലി എവിടെ നിന്ന് ഉണ്ടാവുന്നതാ? പ്യൂരിന്റെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ആര്? യൂറിക് ആസിഡ്. അപ്പൊ യൂറിക് ആസിഡ് ഉള്ളത് ആരിലാണ്? RNA-യിലും DNA-ന്റെയും ഭാഗമായാണ് നമ്മളെ ബോഡിയിൽ എന്തെത്തുന്നത്? യൂറിക് ആസിഡ് ഉണ്ടാവും. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡിലുള്ള RNA-യും DNA-യിൽ നിന്നാണ് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവുന്നത്? യൂറിക് ആസിഡ്. അവരുടെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന വേസ്റ്റ് പ്രോഡക്റ്റ്. യൂറിക് ആസിഡ് ഇസ് എ നൈട്രോജീനിയസ് വേസ്റ്റ്. യെസ്, നൈട്രോജൻ ബേസിന്റെ ഭാഗമാണ്. അപ്പൊ നൈട്രോജീനിയസ് വേസ്റ്റ് തന്നെയാണ്. യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതിന്റെ കോഡ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? റിബ്സ് അല്ലെ? റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്, ബേർഡ് ആൻഡ് ലാൻഡ് സ്നെയിൽ. ഇതിന്റെ അകത്ത് വരുന്നത് മാമൽ അല്ല. ബേർഡ് ആൻഡ് ലിസാർഡ് ശരിയാണ്. ഫ്രോഗ് എന്ന് പറയുമ്പോൾ കാർട്ടിലേജിനിയസ് ഫിഷ് അല്ല. ഇൻസെക്ട് ആൻഡ് ബോണി ഫിഷസ് അല്ല. ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ 2 ആണ് വരുന്നത്. ഓക്കെ, the conversion of a protein waste, the ammonia into urea, occurs in, that is urea synthesis takes place in. ഇപ്പൊ നമ്മളെ ബോഡിയിൽ പ്രോട്ടീൻ കഴിച്ചുണ്ടാവുന്ന വേസ്റ്റ് ആയ അമോണിയ സെല്ലുകളിൽ ഉണ്ടാവുമ്പോൾ ഇതിനെ നമ്മൾ എങ്ങോട്ടേക്ക് അയക്കും? ടോക്സിനെ ഡീടോക്സിഫൈ ചെയ്യുന്ന ഏരിയ ആയ ലിവറിലേക്ക് നമ്മൾ അയക്കുന്നു. ഇപ്പൊ ലിവറിൽ വെച്ചിട്ടാണ് എന്താവുന്നത്? യൂറിയ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ലെസ് ടോക്സിക് ആയിട്ടുള്ള ആരായിട്ട് മാറുന്നു? സോറി, അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ലെസ് ടോക്സിക് ആയിട്ടുള്ള ആരായിട്ട് മാറുന്നു? യൂറിയ ആയിട്ട് മാറുന്നു. ഓക്കെ, ആൻസർ എവിടെയാണ്? ലിവർ. ലിവറിൽ വെച്ചിട്ടാണ് അമോണിയ യൂറിയ ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓർഡർ ഓഫ് ടോക്സിസിറ്റി എമംഗ് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ഫ്രം ലോവർ ടു ഹയർ. ലീസ്റ്റ് ടോക്സിക് ആരായിരുന്നു? യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ആയിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാ? ഹൈലി ടോക്സിക് ആരായിരുന്നു? അമോണിയ. അപ്പോ സെൻട്രൽ പോർഷനിൽ ഒരു മീഡിയം ടോക്സിസിറ്റി ആരായിരിക്കും? യൂറിയ. അപ്പൊ യൂറിക് ആസിഡ്, യൂറിയ, അമോണിയ. ഓപ്ഷൻ 1 ആണ് വരിക. ഇനി വാട്ടറിന്റെ യൂട്ടിലൈസേഷൻ ചോദിച്ചാലും സെയിം ആണ്. ഏറ്റവും കൂടുതൽ വാട്ടറിനെ യൂസ് ചെയ്യുന്നത് ആരാണ്? അമോണിയ. അത് കഴിഞ്ഞാൽ പിന്നെ യൂറിയ. അത് കഴിഞ്ഞ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വാട്ടറിനെ മിനിമൽ ലോസിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് എക്സ്ക്രീഷൻ നടത്താൻ പറ്റുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? സെയിം ടോക്സിസിറ്റിന്റെ അതേ ഓർഡറിൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്, ഈച്ച് കിഡ്നി ഹാസ് ഹൗ മെനി നെഫ്രോൺസ്? എത്രയുണ്ട്? ജസ്റ്റ് വെറുതെ ഒന്ന് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. about 1 million ഓഫ് ആരുണ്ട്? നെഫ്രോൺസ് ഉണ്ട്. നെക്സ്റ്റ്, ദ ഔട്ട്ലൈൻ ഓഫ് പ്രിൻസിപ്പൽ ഇവന്റ് ഓഫ് യൂറിനേഷൻ ഈസ് ഗിവൺ ബിലോ ഇൻ അൺഓർഡേർഡ് മാനർ. ഇതിനെ നമുക്ക് ഓർഡർ ആക്കണം. അപ്പൊ നമുക്ക് യൂറിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് മിക്ചുറിഷൻ എന്നാണ്. അപ്പൊ മിക്ചുറിഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ബ്ലാഡർ ഫില്ലാവണം. ബ്ലാഡർ ഫില്ലായാൽ ഫില്ലായി എന്നുള്ള ഒരു സിഗ്നൽ എന്തിലെത്തണം? നമ്മളുടെ മസിൽസ് റിലാക്സ് ചെയ്യണമെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തണം. സെൻട്രൽ നെർവസ് സിസ്റ്റം മസിൽസിലേക്ക് സിഗ്നൽ അയക്കണം. അപ്പം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സ്പിങ്ചേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് യൂറിൻ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഓൺ ദി വോൾ ഓഫ് യൂറിനറി ബ്ലാഡർ സെൻഡ് സിഗ്നൽ. ദ ബ്ലാഡർ ഫിൽ വിത്ത്, സെക്കൻഡ് ഓപ്ഷൻ, ദ ബ്ലാഡർ ഫിൽ വിത്ത് യൂറിൻ ആൻഡ് ബിക്കം ഡിസെൻഡന്റ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ബ്ലാഡർ ഫില്ല് ചെയ്യണം. സെക്കൻഡ് ആണ് ഫസ്റ്റ് വരിക. സെക്കൻഡ് വെച്ച് തുടങ്ങുന്ന ഓപ്ഷൻ നോക്കിയാൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആദ്യം നമ്മളെ യൂറിൻ ഫില്ലായി. രണ്ടാമത്തത് 1 ആണ് വരുന്നത്. യൂറിൻ ഫില്ലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് ഓൺ ദി വോൾ ഓഫ് ദി യൂറിനറി ബ്ലാഡർ സെൻഡ് സിഗ്നൽ ടു ദി സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് സിഗ്നൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫോർത്ത് ഓപ്ഷൻ, CNS എന്ത് ചെയ്യുന്നു? പാസ് മോട്ടോർ മെസ്സേജ് ടു ഇനീഷ്യേറ്റ് കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ നടക്കുന്നു. അങ്ങനെ റിലാക്സേഷൻ ഓഫ് റിലാക്സേഷൻ നടക്കുന്നു? യൂറിത്രൽ സ്പിങ്ചേഴ്സിന്റെ റിലാക്സേഷൻ നടക്കുന്നു. നമ്മൾ ആരെ പുറത്തേക്ക് വിടുന്നു? യൂറിനെ പുറത്തേക്ക് വിടുന്ന പ്രോസസ്സിന്റെ പേരാണ് മിക്ചുറിഷൻ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ C ആണ്. അത് ഒന്നാമത്തെ പോയിന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് കോളംസ്. അമോണോടെലിക്. അമോണോടെലിക് എന്ന് പറയുന്നത് വെള്ളത്തിലുള്ളവരായിരിക്കും അമോണിയനെ പുറത്തേക്ക് വിടുക. അക്വാറ്റിക് ഇൻവെർട്ടബ്രേറ്റ്സ് ഉണ്ടാവും. പിന്നെ കൊടുത്തതിൽ ആംഫീബിയൻസ് ഉണ്ട്, പക്ഷെ എന്ത് പറഞ്ഞിട്ടില്ല, അക്വാറ്റിക് ആംഫീബിയൻസ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. A1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലെ, തേർഡ് ഓപ്ഷൻ. ഇനി നമുക്ക് ബി നോക്കാം. യൂറിയോടെലിക്. യൂറിയോടെലിക് എന്ന് പറയുമ്പോൾ ആരെയാ പുറത്തേക്ക് വിടുന്നത്? യൂറിയനെ പുറത്തേക്ക് വിടുന്നത്. യൂറിയനെ പുറത്തേക്ക് വിടുന്നത് ആരാ? മാമൽസും ആംഫീബിയൻസും ഒക്കെ ആരെയാ പുറത്തേക്ക് വിടുന്നത്? യൂറിയൻ. യൂറിക്കോടെലിക്. യൂറിക്കോടെലിക് റിബ്സ്, ഓർമ്മയല്ലേ? റെപ്റ്റൈൽസ്, ബേർഡ്സ്, 2, 3. നോക്കിയേ, ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് കോളംസിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. സിമ്പിൾ ട്യൂബുലാർ ഫോം. എക്സ്ക്രീഷന് വേണ്ടി സിമ്പിൾ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആരാണ് ഉപയോഗിക്കുന്നത്? അനലിഡ്സ് ആണോ, പ്ലാറ്റിഹെൽമിന്തും റോട്ടിഫേഴ്സ് ആണോ, വെർട്ടിബ്രേറ്റ്സ് ആണോ, മോസ്റ്റ് ഓഫ് ദി ഇൻവെർട്ടിബ്രേറ്റ്സ് ആണോ? ആരാണ് സിമ്പിൾ ട്യൂബുലാർ ഫോം ഉപയോഗിക്കുന്നത്? ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്. കോംപ്ലക്സ് ട്യൂബുലാർ ഫോമായ കിഡ്നി യൂസ് ചെയ്യുന്നത് ആരാണ്? വെർട്ടിബ്രേറ്റ്സ് ആണ്. പ്രോട്ടോനെഫ്രീഡി ഓർ ഫ്ലെയിം സെൽസ് ഉപയോഗിക്കുന്നത് ആരാണ്? ഫ്ലെയിം സെൽ ഉപയോഗിക്കുന്നത് ആരാ? പ്ലാറ്റിഹെൽമിന്ത് ആണ്. നെഫ്രീഡി ഉപയോഗിക്കുന്നത് ആരാണ്? അനലിഡ്സ് ആണ്. നമ്മൾ പഠിച്ചതല്ലേ അനലിഡ്സ് ആണെന്ന്. അപ്പോ എങ്ങനെയാണ് വരേണ്ടത്? D1, A4, B3, C2, D1. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ 4 ആണ്. ഓക്കെ, നെക്സ്റ്റ്, എ നോച്ച് present on the medial side of kidney is known as. കിഡ്നിന്റെ മീഡിയൽ മിഡിൽ കാണുന്ന ഈ നോച്ചിന്റെ പേരെന്തായിരുന്നു? ആ നോച്ചിന്റെ പേരാണ് ഹൈലം. എന്തായിരുന്നു പേര്? ഹൈലം. ഹൈലം കഴിഞ്ഞ് വരുന്ന ഈ വൈഡർ പാർട്ടിന്റെ പേരെന്തായിരുന്നു? പെൽവിസ്. ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ നോച്ചിന്റെ പേരെന്താണ്? ഹൈലം. ഹൈലസ് എന്നല്ല ഉള്ളത് അവിടെ, ഹൈലം. ഓക്കെ, നെക്സ്റ്റ്, in cortex area of kidney all structures are found except. നമ്മളൊരു കിഡ്നി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഔട്ടർ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. കോർട്ടെക്സിൽ ആരെല്ലാം നെഫ്രോണിന് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇതിൽ ആരുണ്ടാവും? ഗ്ലോമെറുലസ് ഉണ്ടാവും. ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ട്യൂബിന്റെ പേരെന്നാ? PCT. ഹെൻലിസ് ലൂപ്പ് ഇങ്ങനെ താഴോട്ടേക്ക് പോകും. പിന്നെ വരുന്നത് ആരാ? DCT. പിന്നെ താഴോട്ടേക്ക് പോകുന്നത് ആരാ? കലക്ടിങ് ഡക്ട്. അപ്പൊ ഒരു കോർട്ടെക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ കാണുന്നത് ആരെയാണ്? കോർട്ടെക്സ് റീജിയൻ നമുക്ക് ആരെ കാണാൻ പറ്റും? ബൊമാൻസ് ക്യാപ്സ്യൂളിനെ കാണാൻ പറ്റും. അതിന്റെ ഉള്ളിൽ ആരെ കാണാൻ പറ്റും? ഗ്ലോമെറുലസിനെ കാണാൻ പറ്റും. ബൊമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ഗ്ലോമെറുലസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാൽപീജിയൻ ബോഡി. ശരിയാണ്. ആരെ കാണാൻ പറ്റും? DCTയും കാണാൻ പറ്റും, PCTയും കാണാൻ പറ്റും. മെജോറിറ്റി ഓഫ് ദി കളക്ടിങ് ഡക്ട് ഉണ്ടല്ലോ, കളക്ടിങ് ഡക്ടിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ എവിടെ വരുള്ളൂ? കോർട്ടെക്സിൽ വരുള്ളൂ. അപ്പോ ആൻസർ ഏതാണ്? എക്സെപ്റ്റ് മെജോറിറ്റി ഓഫ് ദി കളക്ടിങ് ഡക്ട്. ഓക്കെ, നെക്സ്റ്റ്, കൺസിഡർ ദി ഫംഗ്ഷൻ ലിസ്റ്റഡ് ബിലോ. താഴെ കൊടുത്ത ഫംഗ്ഷൻ DCTയുടെ ഫംഗ്ഷൻ ആണ്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിന്റെ ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് മുന്നേ നമ്മളെ കിഡ്നിന്റെ DCTയും PCTയും ഹെൻലിസ് ലൂപ്പിന്റെ ഒക്കെ ഫംഗ്ഷൻ ഒന്ന് നമുക്ക് പഠിച്ചു നോക്കാം. അപ്പൊ ആദ്യം PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആരാ? ഹെൻലിസ് ലൂപ്പ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആരാ? DCT. ലാസ്റ്റിലത്തെ പോർഷൻ ആരാണ്? കളക്ടിങ് ഡക്ട്. കളക്ടിങ് ഡക്ട്. അപ്പൊ നമുക്ക് നോക്കാം. PCTയിൽ വെച്ചാണ് 70 to 80% ഓഫ് ദി റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഈ നടക്കുന്ന റീഅബ്സോർപ്ഷനിൽ മേജർ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റുകളെയും ഒരു മിനിറ്റ് ഒന്ന് മായ്ക്കട്ടെ. എത്ര പെർസെന്റേജ് ആണ് നടക്കുന്നത്? 70 to 80% ആണ് നടക്കുന്നത്. മേജർ ആയുള്ള ഇലക്ട്രോലൈറ്റുകളുടെയും വാട്ടറിനെയാണ് ആര് റീഅബ്സോർബ് ചെയ്യുന്നത്?
PCT റീഅബ്സോർബ് ചെയ്യും. അതിന്റെ കൂടെ ഒരു പോയിന്റും കൂടി പറയാനുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇത്രയും സാധനത്തിന് ഒന്നാകെ അങ്ങ് റീഅബ്സോർബ് ചെയ്താൽ പിന്നെ അമോണിയ, ഗ്ലൂക്കോസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആക്റ്റീവായിട്ട് ഇവർ റീഅബ്സോർബ് ചെയ്ത് എടുക്കും. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സിന്റെ അയോണിക് ബാലൻസ് പോവും. അതായത് അയോണിക് ബാലൻസ് ഇത്രയും ഇലക്ട്രോലൈറ്റിനെ ഒന്നാകെ റീഅബ്സോർബ് ചെയ്യും. അതിന് ചുറ്റുമുള്ള ബ്ലഡ് വെസലിന്റെയും ബോഡി ഫ്ലൂയിഡ്സിലെല്ലാം അയോണിക് ബാലൻസ് കൊളാപ്സ് ആവും. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും? ബോഡി ഫ്ലൂയിഡിൽ നിന്നും ബ്ലഡിൽ നിന്നും എല്ലാം കുറെ എലമെന്റ്സിനെ ഇവർ തിരിച്ചെന്ത് ചെയ്യും? ട്യൂബുലാർ സെക്രീഷൻ നടത്തും. ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നത് ആരെയൊക്കെ നടത്തും ചോദിച്ചു കഴിഞ്ഞാൽ അമോണിയയും H+നെയും തിരിച്ച് എങ്ങോട്ടേക്ക് ഇടും? ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് യൂറിനിലേക്ക് തിരിച്ചിടും. എന്തിനു വേണ്ടിയിട്ടാ ഇടുന്നത്? അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി H+നെ ഇടുന്നല്ലോ, അതുകൊണ്ട് ഇവര് ബൈകാർബണേറ്റിനെ റീഅബ്സോർബ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? pH ബാലൻസ് ആവും. pH. അപ്പൊ അയോണിക് ബാലൻസ് ആൻഡ് pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടേക്കാ പോകുന്നത്? നോക്കിയേ, ഹെൻലിസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് ആരാ പുറത്തേക്ക് വരുക? ഡിസെൻഡിങ് ലിംബ് വാട്ടറും അസെൻഡിങ് ലിംബ് NaCl ആണ് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ DCTയിലെത്തി. DCTയിലെത്തി നോക്കുമ്പോൾ DCTയിൽ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ആണ്. ഞാൻ എപ്പോഴൊന്നും റീഅബ്സോർബ് ചെയ്യില്ല, ആവശ്യമുള്ളപ്പോൾ മാത്രം. എന്തൊക്കെയാണ് റീഅബ്സോർബ് ചെയ്യാൻ ചോദിച്ചപ്പോഴാണ് അറിയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ റീഅബ്സോർബ് ചെയ്യാൻ ചോദിച്ചാൽ ഇവര് റീഅബ്സോർബ് ചെയ്യുന്നത് NaCl Na+നെയും വാട്ടറിനെയുമാണ് ഇവര് റീഅബ്സോർബ് ചെയ്യുന്നത്. Na+നെയും വാട്ടറിനെയും ഇവര് കണ്ടീഷണൽ ആയിട്ട് റീഅബ്സോർബ് ചെയ്യും. ഇങ്ങനെ റീഅബ്സോർബ് ചെയ്യുമ്പോൾ അയോണിക് ബാലൻസിൽ പ്രശ്നം വരുമല്ലോ. അപ്പൊ ഇത് എന്ത് ചെയ്യും? ട്യൂബുലാർ സെക്രീഷൻ നടത്തും. തിരിച്ച് അങ്ങോട്ടേക്ക് ഇടും. ആരെയൊക്കെയാ ഇടുന്നത്? K+നെയും H+നെയും അമോണിയയെയും തിരിച്ചിടും. K+H+ അമോണിയനെ തിരിച്ചിടും. എന്തിനു വേണ്ടിയിട്ടാണ് ഇവര് ചെയ്യുന്നത്? pH ബാലൻസ് ചെയ്യാൻ അല്ലെ. അപ്പൊ pH ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ H+നെ കൊടുക്കുമ്പോൾ ഇവർ ആരെ റീഅബ്സോർബ് ചെയ്യണം? ബൈകാർബണേറ്റിനെ റീഅബ്സോർബ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവര് pH ബാലൻസ് ചെയ്ത്. ഇനി അയോണിക് കോൺസെൻട്രേഷൻ ബാലൻസ് ചെയ്യണ്ടേ? അയോണിക് കോൺസെൻട്രേഷൻ ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് അയോണിന്റെ ബാലൻസാ ചെയ്യുന്നത്? സോഡിയം പൊട്ടാസ്യത്തിനെയും ബാലൻസ്. അപ്പൊ സോഡിയത്തിനെയും പൊട്ടാസ്യം അയോൺസിനെയും ആര് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയത്തിനെ എടുക്കുകയും പൊട്ടാസ്യത്തിനെ തിരിച്ച് എക്സ്ക്രീറ്ററി വേസ്റ്റിലേക്ക് ഇടുകയും ചെയ്യുന്ന ആൾ ആരാണ്? DCT ആണ്. അപ്പൊ സോഡിയം പൊട്ടാസ്യം കൃത്യമായി ചോദിച്ചാൽ ആരാണ്? DCT ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തുമ്പോൾ കളക്ടിങ് ഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഞാനൊന്ന് കളർ ചേഞ്ച് ചെയ്യട്ടെ പെണ്ണിന്റെ. കളക്ടിങ് ഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഒരുപാട് വാട്ടറിനെ എന്ത് ചെയ്യുന്നു? റീഅബ്സോർബ് ചെയ്യും. കളക്ടിങ് ഡക്റ്റിൽ വെച്ചിട്ട് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യും. ഇനി കളക്ടിങ് ഡക്റ്റിൽ നിന്ന് ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് ഒരു ലിറ്റിൽ വളരെ കുറച്ച് അളവിൽ ആരെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്? യൂറിയനെ തിരിച്ച് ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് വിടുന്നുണ്ട്. അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്, ഇവർ ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നുണ്ടോ കളക്ടിങ് ഡക്റ്റ്? യെസ്, കളക്ടിങ് ഡക്റ്റ് ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നുണ്ട്. ആരെയൊക്കെയാണ്? K+നെയും H+നെയും. ആരൊക്കെയാണ്? K+ഉം H+ഉം. ഇത് നമുക്കൊന്ന് സിമ്പിൾ ആക്കാം. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂലെ പെട്ടെന്ന് നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ആദ്യത്തെ ആളാരാ? ട്യൂബുലാർ സെക്രീഷൻ മാത്രമേ പറയുന്നുള്ളൂ. ആദ്യത്തെ ആള് PCT. ട്യൂബുലാർ സെക്രീഷൻ കാണിക്കുന്ന അടുത്ത ആളാരാ? DCT. അടുത്ത ആളാരാ? കളക്ടിങ് ഡക്റ്റ്. ഇങ്ങനെ 3 പേരുണ്ട്. ഓക്കെ, ഇനി ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്ന എലമെന്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ അയോൺസിനെയാണ് നമ്മൾ ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നത്? ഏതൊക്കെയാ? 3 ആളെയാണ് നടത്തുന്നത്. K+നെ നടത്തുന്നുണ്ട്, H+നെ നടത്തുന്നുണ്ട്, അമോണിയനെ നടത്തുന്നുണ്ട്. ഇല്ലേ? അപ്പൊ ട്യൂബുലാർ സെക്രീഷൻ്റെ അകത്ത് വരുന്ന 3 അയോൺസ് ഏതെല്ലാം? K+, H+, അമോണിയ. PCTയിൽ ആദ്യം കാണുന്ന PCTയിൽ അമോണിയ ആദ്യം ഓർക്കണേ. അമോണിയ പ്ലസ് H+. DCTയിൽ 3 പേരും ഉണ്ട്. അമോണിയ ഉണ്ട്, H+ ഉണ്ട്, K+ ഉണ്ട്. കളക്ടിങ് ഡക്റ്റിൽ 2 പേരേ ഉള്ളൂ, K+ഉം H+ഉം. അപ്പൊ ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നത് ആദ്യം 2, 3, 2. 3 പേരെയും ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നത് ആരാ?
അമോണിയ K+H+, 3 പേരെ നിർത്തുന്നത് DCT. അമോണിയ H+ ആദ്യം കാണുന്ന PCT. അമോണിയ ആദ്യം കാണുന്ന PCT and H+. കളക്ടിംഗ് ഡക്ട് K+ഉം H+ഉം. ഇനി PCT എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്? അയോണിക് ബാലൻസ് ആൻഡ് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ബൈകാർബണേറ്റിനെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. DCT ഇത് എന്തിനു തന്നെയാ ചെയ്യുന്നത്? pH-നും അയോണിക് ബാലൻസും. ഏത് അയോണിന്റെ ബാലൻസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്? Na+K+ന്റെ ബാലൻസ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കളക്ടിംഗ് ഡക്ട് എന്ത് ചെയ്യുന്നുണ്ട്? അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, pH മനസ്സിലായിട്ടുണ്ടല്ലോ ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദി ഫംഗ്ഷൻ ലിസ്റ്റഡ് ബിലോ. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടർ. കണ്ടീഷനിൽ മാത്രം റീഅബ്സോർബ് ചെയ്യുന്ന ആളാരാ? Na+നെയും വാട്ടറിനെയും റീഅബ്സോർബ് ചെയ്യുന്ന ആളാരാ? DCT ആണ്. റീഅബ്സോർപ്ഷൻ ഓഫ് ബൈകാർബണേറ്റ്. ട്യൂബുലാർ സെക്രീഷൻ നടത്തുന്നതിന്റെ അകത്ത് ആരുണ്ട്? K+ ഉണ്ട്, H+ ഉണ്ട്, അമോണിയ ഉണ്ട്. അപ്പൊ H+നെ എടുക്കുമ്പോൾ ഇവർ ആരാ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്? ബൈകാർബണേറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും ശരിയാണ്. സെലക്ടീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ആൻഡ് പൊട്ടാസ്യം അയോൺ. ഹൈഡ്രജൻ അയോൺ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, അമോണിയ ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ശരിയാണ്. മെയിൻ്റെനൻസ് ഓഫ് സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഇൻ ദി ബ്ലഡ്. ആരാണത്? അതും ആരാണ്? DCT ആണ്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റും എന്താണ്? ശരിയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോഡോസൈറ്റ് ആർ പ്രസന്റ് ഇൻ. പോഡോസൈറ്റ് ഓർമ്മയുണ്ടോ? നമ്മളുടെ ഇഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നതും അഫറന്റ് ആർട്ടീരിയോൾ അറിയാവോ? എന്തായിരുന്നു? കിഡ്നിന്റെ ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ അകത്തേക്ക് പോകുന്ന ആളുടെ പേരാണ് അഫറന്റ് ആർട്ടീരിയോൾ. പുറത്തേക്ക് ഇറങ്ങുന്ന ആളെ പേരാണ് എന്ത്? ഇഫറന്റ് ആർട്ടീരിയോൾ അല്ലെ? അപ്പൊ ഈ അകത്തേക്ക് പോകുന്ന അഫറന്റ് ആർട്ടീരിയോൾ ആണ് ആരായിട്ട് മാറുന്നത്? ഗ്ലോമറുലസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഗ്ലോമറുലസിന്റെ മേലെ ഒരു ഇൻട്രിക്കേറ്റ് മാനറിൽ അറേഞ്ച് ചെയ്ത് വെച്ച സ്പെഷ്യലൈസ്ഡ് എപ്പിത്തീലിയം ഓഫ് ദി ബൊമാൻസ് കപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോഡോസൈറ്റ്. അപ്പൊ പോഡോസൈറ്റ് എന്ന് പറയുന്നത് എപ്പിത്തീലിയം ഓഫ് ദി ബൊമാൻസ് ക്യാപ്സ്യൂൾ ആണ്. ഈ പോഡോസൈറ്റ് ഇങ്ങനെ ഒരു ഇൻട്രിക്കേറ്റ് മാനറിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഈ അറേഞ്ച് ചെയ്യുമ്പോൾ ഇടയിൽ വരുന്ന ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലിപ്പ് പോർ അഥവാ ഫിൽട്രേഷൻ സ്ലിപ്പ്. ഇതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ലെയർ ഓഫ് ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് എവിടെയാണ് കാണുന്നത്? ബൊമാൻസ് കപ്പിലാണ് കാണുന്നത് പോഡോസൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്. If the efferent arteriole diameter is significantly decreased while the afferent arteriole diameter remain constant, what would be the immediate effect on GFR? Glomerular filtration rate in എന്ത് സംഭവിക്കുന്നു? ഇഫറന്റ് ആർട്ടീരിയോളിന്റെ വിഡ്ത്ത് കുറയുകയും ഇഫറന്റ് ചെറുതാവുകയും അഫറന്റിൽ ഒരു വ്യത്യാസം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് അഫറന്റിലൂടെ വന്ന ബ്ലഡിന് എങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല? ഇഫറന്റിലേക്ക് പോകാൻ പറ്റില്ല. ഇഫറന്റ് ചെറുതായി. അപ്പൊ ചെറുതാകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ബ്ലഡിന്റെ അളവ് കൂടുന്നു. മെല്ലെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ബ്ലഡിന്റെ പ്രഷർ കൂടുന്നു. ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിക്കും? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ഇൻക്രീസസ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? GFR decrease, GFR increase, GFR will unchanged become 0 അല്ല. GFR എന്ത് ചെയ്യുന്നു? Glomerular filtration rate increases. Okay, അപ്പോ അഫറന്റ് ആർട്ടീരിയോളിന് മാറ്റമില്ല. ഇഫറന്റ് ആർട്ടീരിയോൾ ചെറുതാവുന്നു. അപ്പൊ ഇവിടെയുള്ള എന്ത് കൂടുന്നു? ബ്ലഡ് കൂടുന്നു, പ്രഷർ കൂടുന്നു, GFR കൂടുന്നു. ഓക്കെ, നെക്സ്റ്റ്. The afferent and efferent vessels are. Afferent and efferent blood vessels എന്താണെന്നാ പറയേണ്ടത്? ഒരു കിഡ്നിന്റെ അകത്തേക്ക് പോകുന്ന ബ്ലഡ് വെസലിന്റെ പേര് റീനൽ ആർട്ടറി. റീനൽ, 1 സെക്കൻഡ്. അകത്തേക്ക് പോകുന്ന ബ്ലഡ് വെസലിന്റെ പേരെന്താണ്? റീനൽ ആർട്ടറി. പുറത്തേക്ക് വരുന്നതിന്റെ പേരെന്താ? ഫിൽട്രേഷൻ കഴിഞ്ഞ ബ്ലഡുമായിട്ട് പുറത്തേക്ക് വരുന്ന ആളെ പേര് റീനൽ വെയിൻ എന്നാണ്. അകത്തേക്ക് പോയ ആർട്ടറി കിഡ്നിയുടെ ബൊമാൻസ് കപ്പ് ഉണ്ടല്ലോ, ബൊമാൻസ് കപ്പിനുള്ളിലേക്ക് കയറുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അഫറന്റ് ആർട്ടീരിയോൾ എന്നും
അകത്തേക്ക് അഫറന്റ്. എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് വരുമ്പം അവരെ നമ്മൾ വിളിക്കുന്നത് ഇഫറന്റ് ആർട്ടീരിയോൾ എന്നാണ്. ഇവരെ രണ്ടും ഉണ്ടായത് എവിടെ നിന്നാണ്? റീനൽ ആർട്ടറിയിൽ നിന്നാണ്. പിന്നീട് ഇവർ ആരായിട്ട് മാറുന്നു? പെരി ട്യൂബുലാർ കാപ്പിലറി ആയി മാറുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അകത്തേക്ക് ഉള്ളിലേക്ക് പോയത് അഫറന്റ്, പുറത്തേക്ക് ഇറങ്ങിയത് ഇഫറന്റ്. ഇതിങ്ങനെ നമ്മളെ ഹെൻലിസ് ലൂപ്പിന്റെ മുകളിൽ ഇങ്ങനെ ലൂപ്പ് ഓവർ ചെയ്ത് കാണും. അതിനെ വിളിക്കുന്ന പേരാണ് പെരി ട്യൂബുലാർ കാപ്പിലറി. അത് പിന്നീടാണ് എന്തായിട്ട് മാറുന്നത്? റീനൽ വെയിൻ ആയിട്ട് മാറുന്നത്. അപ്പോ ബൊമാൻസ് കപ്പിന്റെ അകത്തേക്ക് പോയതും പുറത്തേക്ക് വന്നതും ആര് തന്നെയാണ്? റീനൽ ആർട്ടറി തന്നെയാണ്. അതുകൊണ്ട് രണ്ടും എന്ത് നേച്ചർ ഉള്ളവരാണ്? ആർട്ടീരിയൽ ഇൻ നേച്ചർ. ഓക്കെ. പക്ഷെ കിഡ്നിയുടെ അകത്തേക്ക് പോയും പുറത്തേക്ക് വരുന്നത് ആരാ? കിഡ്നിയുടെ അകത്തേക്ക് ബ്ലഡും കൊണ്ട് പോകുന്ന ആള് റീനൽ ആർട്ടറിയും പുറത്തേക്ക് ഇറങ്ങുന്നത് റീനൽ വെയിനുമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The reabsorption of glucose from the glomerular filtrate is due to. Reabsorption of ഗ്ലൂക്കോസിന്, അമിനോ ആസിഡ്സിന്, Na+നെ ഒക്കെ നമ്മൾ റീഅബ്സോർബ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്കാണ്. ആക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ക്ലോറിൻ പോലുള്ള ആനിയോണുകളെ നമ്മൾ പാസീവായും പോസിറ്റീവ് ചാർജുള്ള കാറ്റോണുകളെ നമ്മൾ ആക്റ്റീവ് ആയുമാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെ ആക്റ്റീവ് ആയിട്ട് റീഅബ്സോർബ് ചെയ്യുന്നതിൽ പെട്ട ഒരാളാണ് ആര്? ഗ്ലൂക്കോസ്. ഹൈ ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ടല്ല, പാസീവ് ഡിഫ്യൂഷൻ വഴിയല്ല, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അക്രോസ് ദി PCT. അപ്പൊ ആക്റ്റീവ്ലി ആണ് ആരെ അബ്സോർബ് ചെയ്യുന്നത്? നമ്മൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, Na+. ഓക്കെ. നെക്സ്റ്റ്, ദ യെല്ലോ കളർ ഓഫ് യൂറിൻ. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിട്ട്, യൂറിന് യെല്ലോ കളർ കൊടുക്കുന്നത് ആരാ? യൂറോക്രോം. ബിലിറൂബിൻ, ബിലിവെർഡിൻ, ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ചെയ്തുണ്ടായ പ്രൊഡക്റ്റുകളിൽ നിന്ന് പിന്നീട് റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന ആളാണ് ആര്? യൂറോക്രോം. നമ്മളെ പ്ലാസ്മക്ക് യെല്ലോ കളർ കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഈ ബിലിറൂബിൻ തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ്, എ കണ്ടീഷൻ ഓഫ് ഫെയിലിയർ ഓഫ് കിഡ്നി ടു ഫോം യൂറിൻ ഈസ് കോൾഡ്. ഒരാൾക്ക് യൂറിൻ ഇല്ല, ആ കണ്ടീഷന്റെ പേരെന്താ? ആബ്സെൻസ് ഓഫ് യൂറിൻ. അതാണ് എന്യൂറിയ. ആൻസർ 3 ആണ് വരിക. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേസ്റ്റ് പ്രോഡക്റ്റ് ആയിരുന്നു. കിഡ്നി അടിച്ചു പോയോ എന്നറിയാൻ നമുക്ക് എന്ത് നോക്കാം? ക്രിയാറ്റിന്റെ അളവ് നോക്കാം. ഹെമറ്റൂറിയ എന്ന് പറയുന്നത് ഹെം എന്ന് പറഞ്ഞാൽ ആരാ? ബ്ലഡ് ഇൻ യൂറിൻ ആണ്. കീറ്റോനൂറിയ എന്ന് പറഞ്ഞാൽ കീറ്റോൺ ഇൻ യൂറിയ. യൂറിൻ ഇല്ലാത്ത കണ്ടീഷന്റെ പേര് എന്യൂറിയ, ആബ്സെൻസ് ഓഫ് യൂറിൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The medullary gradient is mainly caused by. മെഡുലറിയിലെ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2 സോൾട്ട് ഏതാണെന്ന് NCERT കൊടുത്തിട്ടുണ്ട്. NaCl ആൻഡ് യൂറിയ. NaCl-ഉം യൂറിയയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നേരത്തെ പറഞ്ഞ അസെൻഡിങ് ലിംബ് പുറത്തേക്ക് വരുന്നത് ആരാ? NaCl. കളക്ടിങ് ഡക്ട് വളരെ സ്ലൈറ്റ്ലി ആരെ പുറത്തേക്ക് വിടുന്നുണ്ട്? യൂറിയനെ പുറത്തേക്ക് വിടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ യൂറിയനെ പുറത്തേക്ക് വിടുന്നത്? അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അയോണിക് ബാലൻസ് ഇന്റർസ്റ്റീഷ്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാരാണ്? NaCl ആൻഡ് യൂറിയ ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഹ്യൂമൻ കിഡ്നി ക്യാൻ ബി പ്രൊഡ്യൂസ് യൂറിൻ നിയർലി. നമ്മൾ കിഡ്നിയിൽ ഫിൽട്രേഷൻ തുടങ്ങുന്നത് PCT-യിലാണ് ആദ്യം ഫിൽട്രേറ്റ് വരുന്നത്. ഇത് PCT വഴി, ഹെൻലിസ് ലൂപ്പ് വഴി, DCT വഴി കളക്ടിങ് ഡക്റ്റിൽ എത്തും. അപ്പൊ ഇതിന്റെ കോർട്ടക്സിന്റെ അപ്പർ റീജിയനിൽ 300 ആണ് ഓസ്മോളാരിറ്റി, ഏറ്റവും ലോവർ റീജിയനിൽ 1200 ആണ്. അപ്പൊ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ എത്രയുള്ളത്? 300 ആണ് ഓസ്മോളാരിറ്റി. ഫൈനലി എത്രയായി മാറും? 1200 ആയിട്ട് നമ്മൾ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് റീഅബ്സോർബ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ എത്ര ടൈംസ് ആണ് കോൺസെൻട്രേറ്റ് ആവുന്നത്? 4 ടൈംസ് കോൺസെൻട്രേറ്റഡ് ദാൻ ഇനീഷ്യൽ ഫിൽട്രേറ്റ്. അപ്പൊ ഇനീഷ്യൽ ഫിൽട്രേറ്റിനേക്കാളും 4 ടൈംസ് കോൺസെൻട്രേറ്റഡ് ആണ് ആര്? നമ്മളുടെ യൂറിൻ. 4 ടൈംസ് കോൺസെൻട്രേറ്റഡ് ദാൻ ഇനീഷ്യൽ ഫിൽട്രേറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a person is suffering from severe dehydration, which of the following set of hormonal changes would you expect? ഒരാൾക്ക് ഭയങ്കര സിവിയർ ഡീഹൈഡ്രേഷൻ ആണ്, ഒട്ടും വെള്ളമില്ല. സിവിയർ ഡീഹൈഡ്രേഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും? സിവിയർ ഡീഹൈഡ്രേഷൻ ആകുമ്പോൾ ബോഡിയിൽ വാട്ടർ ഇല്ല. വാട്ടർ ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ ഇല്ല, ഡീഹൈഡ്രേഷൻ. അപ്പൊ വാട്ടറിന്റെ ലോസ് കുറക്കണം. ആ സമയത്ത് നമ്മൾ എന്ത് കൂട്ടണം? വാസോപ്രസിന്റെ അളവ്. കിഡ്നി റീഅബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാരായിരുന്നു? ഏത് ഹോർമോൺ ആയിരുന്നു? വാസോപ്രസിൻ. വാസോപ്രസിൻ കൂടണം. പിന്നെ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടത്തുന്നുണ്ടല്ലോ വാട്ടറിനെയും Na+നെയും.
ആ DCT വെച്ച് റീഅബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാരായിരുന്നു? ആൽഡോസ്റ്റിറോൺ. അപ്പൊ ബോഡിയിൽ മൊത്തത്തിൽ എന്ത് കൂടണം? റീഅബ്സോർപ്ഷൻ കൂടണം. അപ്പൊ റീഅബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഹോർമോണുകളും കൂടും. ആരൊക്കെയാണ് അത്? ADH കൂടും, ആൽഡോസ്റ്റിറോൺ കൂടും, ANF ഏട്രിയൽ നാട്രിയൂറക്റ്റിക് ഫാക്ടർ യൂറിനേഷൻ ബ്ലോക്ക് ചെയ്യും. ആര്? ANF ഏട്രിയൽ നാട്രിയൂറക്റ്റിക് ഫാക്ടർ ആരുണ്ടാക്കുന്നതായിരുന്നു? ഏട്രിയ ഉണ്ടാക്കുന്ന ഫാക്ടർ ആയിരുന്നു, അത് കുറയും. അപ്പൊ ആൻസർ ഏതാന്ന് വരുക? ADH കൂടി, ആൽഡോസ്റ്റിറോൺ കൂടി, ഡിക്രീസ്ഡ് ANF. ഓക്കെ, ഇൻക്രീസ്ഡ് ADH വരുന്ന രണ്ട് ഓപ്ഷൻ, പക്ഷെ ഇവിടെ ഡിക്രീസ്ഡ് ആൽഡോസ്റ്റിറോൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതും ഒരു ജനറൽ നോളജിന് വേണ്ടി ഇട്ട ക്വസ്റ്റ്യൻ ആണ്. ദ റിട്രോപെരിറ്റോണിയൽ കിഡ്നീസ്. നമ്മളെ കിഡ്നി റിട്രോപെരിറ്റോണിയൽ കിഡ്നിയാണ്. റിട്രോപെരിറ്റോണിയൽ കിഡ്നി എന്ന് പറയുന്നത് നമ്മളെ ഡോർസൽ സൈഡിൽ പെരിറ്റോണിയത്തിനോട് കവർ ചെയ്തിട്ട് കാണുന്ന കിഡ്നിയാണ്. അപ്പോൾ റിട്രോപെരിറ്റോണിയൽ കിഡ്നി എന്ന് വെച്ചാൽ കിഡ്നി കവേർഡ് ബൈ പെരിറ്റോണിയം ഓൺ വെൻട്രൽ സൈഡ് അല്ല, കിഡ്നി കവേർഡ് ബൈ പെരിറ്റോണിയം ഓഫ് ഡോർസൽ സൈഡ്. ഇപ്പൊ ഡോർസൽ സൈഡിൽ പെരിറ്റോണിയം വെച്ച് കവർ ചെയ്തതാണ് ആര്? കിഡ്നി. അപ്പോൾ ആൻസർ ഏതാണ്? Kidney covered by peritoneum of dorsal side, option 3. Okay, next, which blood vessel contain least amount of urea? യൂറിയ കുറയാന്ന് വെച്ചാൽ കിഡ്നിന്ന് അരിച്ച് ബ്ലഡിനെ കൊണ്ട് പുറത്തേക്ക് ആരാണോ വരുന്നത്, ഫിൽട്രേഷൻ കഴിഞ്ഞ് വരുന്ന ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന വെസൽ ഏതാണോ അതിൽ എന്തിന്റെ അളവ് കുറവായിരിക്കും? യൂറിയയുടെ അളവ് കുറവായിരിക്കും. അത് ആരായിരിക്കും? വിച്ച് ബ്ലഡ് വെസൽ കണ്ടെയ്ൻ ലീസ്റ്റ് എമൗണ്ട് ഓഫ് യൂറിയ? ഹെപ്പാറ്റിക് വെയിൻ എന്ന് പറയുമ്പോൾ എവിടുന്ന് വരുന്നതാ? ലിവർ. ലിവറിൽ വെച്ചിട്ടാണ് എന്ത് ഉണ്ടാവുന്നത്? യൂറിയ ഉണ്ടാവുന്നത്. അപ്പൊ ഒരിക്കലുമല്ല. റീനൽ വെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കിഡ്നിയുടെ അകത്തേക്ക് അരിക്കാൻ പോകുന്നത് ആരാ? റീനൽ ആർട്ടറിയും അരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് ആരാ? റീനൽ വെയിനും. അപ്പൊ യൂറിയ ലീസ്റ്റ് ആയി കാണാൻ സാധ്യതയുള്ളത് എവിടെയാണ്? റീനൽ വെയിനിലാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്തായിരുന്നു? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച ഫുഡിനെ എങ്ങോട്ടേക്ക് എത്തിക്കുന്നതാ? ഇൻഡസ്റ്റൈനിൽ നിന്നും ലിവറിലേക്കുള്ള കണക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെപ്പാറ്റിക് പോർട്ടൽ. അപ്പൊ അവിടെ ഫിൽട്രേഷൻ നടന്നിട്ടില്ല. ഫിൽട്രേഷൻ നടക്കുന്നത് എവിടെയാ? റീനൽ വെയിനിലാണ്. ഓക്കെ, അപ്പൊ ലീസ്റ്റ് എമൗണ്ട് ഓഫ് യൂറിയ കാണുന്നത് എവിടെയാ? റീനൽ വെയിനിലാണ്. നെക്സ്റ്റ്, ചൂസ് ദ മിസ്മാച്ച്ഡ് പാർട്ട് ഓഫ് നെഫ്രോൺ വിത്ത് ദെയർ ഫംഗ്ഷൻ. ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് കപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഗ്ലോമുലാർ ഫിൽട്രേഷൻ. PCT റീഅബ്സോർപ്ഷൻ ഓഫ് Na+K+. പെട്ടെന്ന് നിങ്ങൾ കൺഫ്യൂഷനിൽ നിൽക്കും. മെജോറിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യുന്നത് ആരാ? PCT. DCT റീഅബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് അല്ല, ഈ ഗ്ലൂക്കോസിനെയും റീഅബ്സോർബ് ചെയ്യുന്നത് ആരാ? PCT. ആക്റ്റീവ്ലി റീഅബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഇത് തെറ്റാണ്. ലൂപ്പ് ഓഫ് ഹെൻലി യൂറിൻ കോൺസെൻട്രേഷൻ. യെസ്, യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ലൂപ്പ് ഓഫ് ഹെൻലി ആണ്. അത് ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if Henle's loop were absent from mammalian nephron, which of the following to be expected? Henle's loop ഇല്ലെങ്കിൽ, Henle's loop എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുക? യൂറിനെ, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, എന്നാ ചെയ്യുന്നത്? യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കൂല. ഒരു ദിവസം എത്ര ലിറ്റർ യൂറിൻ ഉണ്ടാവുന്ന നമ്മൾ പഠിച്ചത്? 180 ലിറ്റർ യൂറിൻ ആണ് നമ്മളെ പെർ ഡേ 24 hours നമ്മളെ ബോഡിയിൽ ഉണ്ടാവും. അതിൽ നിന്ന് 1.5 ml മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സ്ക്രീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് കളയുന്നുള്ളൂ. അത്രയും യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഹെൻലിസ് ലൂപ്പ് ആണ്. അത് റിമൂവ് ചെയ്താൽ നമ്മളെ യൂറിൻ ഒന്നാകെ ഡൈല്യൂട്ട് ആവും. അപ്പൊ എന്താ സംഭവം? there will be no urine. അല്ല, യൂറിൻ ഉണ്ടാവും. there will be hardly change ഒന്നും ഇല്ലാതിരിക്കില്ല. യൂറിൻ will be more concentrated അല്ല, യൂറിൻ will be more dilute. ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ 4 ആണ് വരിക. ഓക്കെ, ഹ്യൂമൻ യൂറിൻ as compared to human blood is normally. ഹ്യൂമൻ ബ്ലഡിന്റെ ഓസ്മോളാരിറ്റി 300ഉം നമ്മൾ പുറത്തേക്ക് വിടുന്ന യൂറിൻ 1200ഉം ആണ്. അപ്പോൾ ബ്ലഡിനെ കമ്പയർ ചെയ്യുമ്പോൾ യൂറിൻ ഹൈപ്പർട്ടോണിക് ആണ്. ഓക്കെ, നെക്സ്റ്റ്, the amount of urine released per day is approximately what fraction of total filtrate formed per day? ഒരു പെർ ഡേയിൽ എത്ര ഉണ്ടാവും എന്നാ പറഞ്ഞ? 180 ലിറ്റർ ഉണ്ടാവും. ആ 180 ലിറ്ററിന്റെ എത്ര പോർഷനാ നമ്മൾ പുറത്തേക്ക് കളയുന്നത്? 1.5 ലിറ്റർ ഫ്രം 180. 180 1.5 ലിറ്റർ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/120 ടൈംസ്. അപ്പോ പെർ ഡേ അപ്രോക്സിമേറ്റ്ലി എത്ര ഫ്രാക്ഷനാ?
1/120 ഫ്രാക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ. 1.5 ഔട്ട് ഓഫ് എത്രയെന്നാ 180. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement is correct with respect to kidney function regulation? നമുക്ക് കിഡ്നി ഫംഗ്ഷൻ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. When someone drinks lot of water, ADH release is suppressed. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വെള്ളം കൂടുതൽ കുടിച്ചു, കുറവേ കുടിച്ചിട്ടുള്ളൂ, നല്ല തണുപ്പായിരുന്നു, പിന്നെ വിന്റർ ആയിരുന്നു, കോൾഡ് സീസൺ ആയിരുന്നു, സമ്മർ സീസൺ ആയിരുന്നു, ADHന്റെ അളവ് ചോദിക്കാം. അപ്പൊ ADHന്റെ അളവ് ഓർക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പം യൂറിന്റെ അളവ് ഓർക്കുന്നതാണ്. യൂറിന്റെ അളവ് കൂടുന്ന സീസണുകളിൽ ADHന്റെ അളവ് കുറവായിരിക്കും. നിങ്ങൾ കുറേ വെള്ളം കുടിച്ചാൽ എന്ത് കൂടുതലായിരിക്കും? യൂറിൻ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് കുറവായിരിക്കും? ADH. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് ഓർക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ആ പോയിന്റ് കിട്ടും. ഈ ക്വസ്റ്റ്യൻ നോക്കാം. When someone drinks lot of water, ADHന് എന്ത് സംഭവിക്കും? ADH release is suppressed. അത് നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഡ്രിങ്ക് lot of water, അത് നമുക്ക് അറിഞ്ഞൂടാ. കുറേ വെള്ളം കുടിച്ചാൽ എന്ത് കൂടും? യൂറിൻ കൂടും എന്നറിയാം. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആരെ അളവ്? ADH അഥവാ വാസോപ്രസിന്റെ അളവ്. അപ്പൊ ADH എന്ത് ചെയ്യും? കുറയും. യെസ്, ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അത് കറക്റ്റാ. നമ്മുടെ കറക്റ്റ് ആണ് ചോദിച്ചത്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്തത് നമുക്ക് നോക്കാം. എക്സ്പോഷർ ടു കോൾഡ് ടെമ്പറേച്ചർ. നമ്മൾ നല്ല AC-യിൽ ഇരിക്കുക, നമുക്ക് സ്വെറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തിന്റെ അളവ്? വാട്ടർ റെഗുലേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ വാട്ടറിന്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ എന്ത് കൂടുതലായിരിക്കും? നമ്മൾ കോൾഡ് കണ്ടീഷനിൽ ഇരുന്നാൽ നമുക്ക് എന്ത് കൂടുതലായിരിക്കും? AC-യിൽ ഇരുന്നാൽ യൂറിൻ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് കുറവാ? ADH കുറവാ. ഇവിടെ കൊടുത്തത് ADH സ്റ്റിമുലേറ്റഡ് അല്ല. An increase in glomerular blood flow stimulate formation of angiotensin 2. Angiotensin 2ഉം റെനിനും എല്ലാം ഉണ്ടാവണമെങ്കിൽ എന്ത് കുറയണം? ഗ്ലോമെറുലാർ ബ്ലഡ് ഫ്ലോ കുറയണം. കുറഞ്ഞാൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ? ആൻജിയോടെൻസിൻ 1ഉം 2ഉം ഉണ്ടാവുള്ളൂ. ഫ്ലോ കൂട്ടി GFR കൂട്ടലായിരുന്നില്ല ഇവരെ ഫംഗ്ഷൻ ആൻജിയോടെൻസിൻ 2ന്റെ. അപ്പൊ അതല്ല. ഡ്യൂറിങ് സമ്മർ, when body loses lot of water by evaporation, release of ADH. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഡ്യൂറിങ് സമ്മർ ആണ്, റിലീസ് ഓഫ് ADH ആണ്. ഡ്യൂറിങ് സമ്മർ എന്ന് പറഞ്ഞാൽ ചൂടുള്ള സമയത്ത് വെള്ളം മുഴുവൻ എങ്ങനെ പോകുന്നുണ്ട്? വേർത്ത് പോകുന്നുണ്ട്. നമ്മൾ യൂറിൻ കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാലോ അപ്പൊ യൂറിൻ നല്ലോണം പോകും. അപ്പൊ എന്തിന്റെ അളവ്? വെള്ളത്തിന്റെ അളവ് നല്ലോണം കുറയും. അപ്പൊ അതുകൊണ്ട് സമ്മർ സീസണിൽ നമുക്ക് എന്തിന്റെ അളവ് കുറവാ? യൂറിൻ കമ്പാരിറ്റീവ്ലി എന്താണ്? കുറവാണ്. അതിന്റെ അർത്ഥം എന്താ? ADH കൂടുതലാ. നമ്മളെ ബോഡിയിൽ മാക്സിമം റീഅബ്സോർബ് ചെയ്ത് വെള്ളം ബോഡി തന്നെ വെക്കുന്നുണ്ട്, പുറത്ത് നല്ല ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ ADH സപ്രസ്ഡ് അല്ല, ADH എന്താണ്? സ്റ്റിമുലേറ്റഡ് ആണ് വേണ്ടത്. അപ്പൊ മനസ്സിലായിനല്ലോ. യൂറിന്റെ അളവ് ഓർത്തു വെക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ADH. കുറെ വെള്ളം കുടിച്ചാൽ യൂറിൻ കൂടുതൽ, അപ്പൊ ADH കുറവ്. നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിൻ ഇല്ല, അപ്പൊ ആര് കൂടുതലായിരിക്കും? ADH കൂടുതലായിരിക്കും. AC-യിൽ ഇരിക്കുമ്പോൾ നല്ല തണുപ്പാണ്, അതുകൊണ്ട് എന്ത് കൂടുതലായിരിക്കും? യൂറിൻ കൂടുതലായിരിക്കും. അപ്പൊ ആര് കുറയും? ADH കുറയും. മനസ്സിലായിനല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ fall in glomerular filtration rate activate. GFR കുറഞ്ഞാൽ എന്നാ സംഭവിക്കുക? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞാൽ അത് സെൻസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സെല്ലുകളുടെ പേരാണ് JG സെൽസ്, ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഇവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? റെനിൻ. JG സെൽസ് സ്റ്റാർട്ട് പ്രൊഡ്യൂസ്, അപ്പാരറ്റസ് ഇത് മെഷർ ചെയ്യുന്നു. JG സെൽസ് ഓഫ് ദി അഫറന്റ് ആർട്ടീരിയോൾസ് പ്രൊഡ്യൂസ് റെനിൻ. അപ്പോ അഡ്രിനൽ മെഡുല്ല റിലീസ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ നമ്മൾ പേടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺ അല്ലേ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റിലീസ് വാസോപ്രസിൻ. വാസോപ്രസിൻ GFR-ഉമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടുവാണ് നമുക്ക് വേണ്ടത്. ആക്ച്വൽ ആൻസർ എന്നാ? ജെക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് റിലീസ് റെനിൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞാൽ എന്തിനെയാണ് ആദ്യം ഉണ്ടാക്കുന്നത്? റെനിൻ. റെനിൻ പോകുന്നു, ആൻജിയോടെൻസിൻ 1 ആൻജിയോടെൻസിൻ 2 ആവുന്നു. എന്ത് കൂട്ടുന്നു? ബ്ലഡ് പ്രഷർ കൂട്ടുന്നു, റീഅബ്സോർപ്ഷൻ റേറ്റ് കൂട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ്. Match the item given column 1 with 2. Select the correct option given below. Glycosuria. Glycosuria എന്ന് വെച്ചാൽ എന്താ? ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. എ എന്ന് പറയുന്നത് 4. A4 വെച്ച് തുടങ്ങുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. എനിവേ നമുക്ക് നോക്കാം. ഗൗട്ട്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ലോക്കോമോഷനിൽ പഠിച്ചിട്ടുണ്ട്. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ജോയിന്റിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ പേരാണ് എന്ത്? ഗൗട്ട്. യൂറിക് ആസിഡ് എവിടെ നിന്നുണ്ടാവുന്നതായിരുന്നു? ഓർമ്മയുണ്ടോ? പ്യൂരിൻ.
DNA RNA യിൽ നിന്നും ഉണ്ടാവുന്നതാണ്. അവര് നമ്മൾ ഫുഡായി കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നതാണ് എന്ത്? യൂറിക് ആസിഡ്. അപ്പോ B1 റീനൽ കാൽക്കുലൈ എന്തായിരുന്നു? കാൽഷ്യത്തിന്റെ ഓക്സലേറ്റും പൊട്ടാസ്യം ഓക്സലേറ്റ്സും എല്ലാം ക്രിസ്റ്റലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്സലേറ്റ്സിന്റെ ക്രിസ്റ്റലൈസ്ഡ് സോൾട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റീനൽ കാൽക്കുലൈ. റീനൽ കാൽക്കുലൈ എന്ന് പറയുന്നത് 2 ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ. ഐറ്റിസ് ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ. അപ്പൊ ആൻസർ ഏതാ വരുക? 4 1 2 3 ആൻസർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂറിക് ആസിഡ് ഈസ് ഫോംഡ് ബൈ. എവിടുന്നാ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത്? ലിപ്പിഡ് ഗ്ലൈക്കോലിപ്പിഡ് അല്ല, ഉണ്ടാവുന്നത് എന്താ? DNA RNA. ഇനി ലിപ്പിഡ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ലിപ്പിഡ് നമ്മൾ കൺസ്യൂം ചെയ്ത ബോഡിയിൽ ഉണ്ടാവുന്ന യൂറിനിൽ ഉണ്ടാവുന്ന വേസ്റ്റ് എന്താ? കീറ്റോൺ. പ്രോട്ടീൻ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബോഡിയിൽ ഉണ്ടാവുന്ന വേസ്റ്റ് ഏതാ? അമോണിയ. അഥവാ യൂറിനിൽ നമുക്ക് ഉണ്ടാവുന്ന അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ഏതാ? യൂറിയ. DNA ഓർ RNA ഉപയോഗിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന സാധനം എന്താ? ആരാ? യൂറിക് ആസിഡ്. ഇനി ലാസ്റ്റത്തെ ആള്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചാൽ ബോഡിയിൽ യൂറിനിലൂടെ ആര് പോവും? ഗ്ലൂക്കോസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ്. PCT നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണ്. PCT എന്താ ചെയ്യുന്നത്? ഫസ്റ്റത്തത് ഇവിടെ ഒരു 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ റീഅബ്സോർബ്ഡ് അല്ലേ? PCT എന്താ ചെയ്യുന്നത്? 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്നത് ആരാണ്? PCT ആണ്. DCT എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? DCT എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിട്ട് അല്ല, കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് Na+ ആൻഡ് വാട്ടറിനെ ചെയ്യുന്നതാണ്. പിന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അലോ പാസേജ് ഓഫ് പെർമിയബിൾ ടു വാട്ടർ, പെർമിയബിൾ ടു സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് H+ ആൻഡ് K+. allow passage of small amount of urea. Selective secretion of H+ ഉം K+ ഉം ചെയ്യുന്നതിന്റെ അകത്ത് ആരുണ്ട്? DCT ഉണ്ട്, കളക്ടിങ് ഡക്റ്റും ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം, മോസ്റ്റ് പ്രോബബിൾ ഏതാന്ന് നോക്കാം. ഡിസെൻഡിങ് ലിംബ് നോക്കാം. ഡിസെൻഡിങ് ലിംബിലൂടെ ആരാ പുറത്തേക്ക് പോവുക? ഡിസെൻഡിങ് ലിംബിലൂടെ വാട്ടറും അസെൻഡിങ് ലിംബിലൂടെ NaCl ഉം. അപ്പൊ ഡിസെൻഡിങ് ലിംബിലൂടെ പുറത്തേക്ക് പോകുന്നത് നമ്മൾ ബി അവിടെ വെച്ച് സി. ഡിസെൻഡിങ് ലിംബിലൂടെ പുറത്തേക്ക് പോകുന്നത് ആരാണ്? വാട്ടർ. അസെൻഡിങ് ലിംബിലൂടെ പുറത്തേക്ക് പോകുന്നത് ആരാണ്? കളക്ടിങ് ഡക്ട്. കളക്ടിങ് ഡക്റ്റിൽ എന്നാ സംഭവിക്കുന്നത്? അലോ പാസേജ് ഓഫ് ലിംബ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയം ഉണ്ട്, സെലക്റ്റീവ് സെക്രീഷൻ ഉണ്ട്. പക്ഷെങ്കിൽ ഇപ്പൊ നമുക്ക് ഏത് കൊടുക്കാം? 3 കൊടുക്കാം. അപ്പൊ ബി എന്തായി മാറി? 1 ആയി മാറി. അപ്പൊ ആൻസർ ഏതാ വരുക? A2 രണ്ടെണ്ണം, B1 2, C4, D5 3. ആൻസർ ഏതാ വരുക? ഓപ്ഷൻ 3 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, the presence of ketone bodies in urine are indicative of. കീറ്റോൺ എപ്പോഴാ വരുക? നമ്മളെ ബോഡിയിൽ നിന്ന് കൂടുതൽ ഫാറ്റിനെ കൺസ്യൂം ചെയ്താലാണ് എന്ത് വരുന്നത്? കീറ്റോൺ ബോഡീസ്. എപ്പോഴാ കൂടുതൽ ഫാറ്റിനെ കൺസ്യൂം? ഫാറ്റ് എന്ന് പറയുന്നത് സ്റ്റോർഡ് ന്യൂട്രിയന്റാ. അതിന് നമ്മൾ എപ്പോഴാ ഉപയോഗിക്കേണ്ടി വരിക? നമ്മൾ ഫുഡ് കഴിക്കാത്ത കണ്ടീഷൻ വരണം. നമ്പർ 1, നമ്മളെ ബോഡിക്ക് എന്ത് കിട്ടുന്നില്ല? ഫുഡ് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ സ്റ്റാർവേഷനിലാണ്. അപ്പൊ സ്റ്റാർവേഷനിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർഡ് ന്യൂട്രിയന്റ് ആയ ഫാറ്റ് ഉപയോഗിക്കും. അങ്ങനെ ഫാറ്റ് ഉപയോഗിച്ചാൽ പോകെ നമ്മളെ യൂറിൻ്റെ അകത്ത് എന്തിന്റെ അളവ് കൂടും? കീറ്റോൺ ബോഡീസിന്റെ അളവ് കൂടും. നമ്പർ 1. രണ്ടാമത്തെ കണ്ടീഷൻ, നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ സെല്ലിനൊന്നും ഗ്ലൂക്കോസിനെ കിട്ടുന്നില്ല. സെല്ലിനൊന്നും ഗ്ലൂക്കോസിനെ കിട്ടാതെ വരുമ്പോൾ ഇവര് ഫാറ്റ് യൂസ് ചെയ്യും. സെല്ലിന് ഗ്ലൂക്കോസിനെ ഇൻടേക്ക് ചെയ്യണമെങ്കിൽ ഏത് ഹോർമോൺ വേണം? ഇൻസുലിൻ വേണം. അപ്പൊ ഒരാൾക്ക് ഇൻസുലിൻ ഇല്ല, അഥവാ ഇൻസുലിന് ടോളറൻസ് ഉണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെ ഇൻസുലിനായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പേരെന്താണ്? ഡയബറ്റിസ് മെല്ലിറ്റസ്. അപ്പൊ ഡയബറ്റിസ് മെല്ലിറ്റസ് ഉള്ള പേഷ്യന്റിനും എന്ത് കിട്ടില്ല? ഗ്ലൂക്കോസ് കിട്ടില്ല. അപ്പൊ അവരെന്ത് ഉപയോഗിക്കണം? ഫാറ്റിനെ ഉപയോഗിക്കണം. അതുകൊണ്ട് യൂറിനിൽ ആരുണ്ടാവും? കീറ്റോൺ ബോഡീസും ഉണ്ടാവും, ഗ്ലൂക്കോസും ഉണ്ടാവും. കാരണം ഗ്ലൂക്കോസിനെ സെല്ലിന് കിട്ടുന്നില്ലല്ലോ, മുഴുവൻ യൂറിൻ വഴി പുറത്തേക്ക് വരും. മനസ്സിലായോ? അപ്പൊ രണ്ട് കണ്ടീഷൻ ഏതല്ല? ഡയബറ്റിസ് മെല്ലിറ്റസും ആവാം, സ്റ്റാർവേഷനും ആവാം. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ അന്ന് എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ ആണ്. അത് വാസോപ്രസിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ ഡയബറ്റിസ് മെല്ലിറ്റസും സ്റ്റാർവേഷനും ആണെങ്കിൽ ബോഡിയിൽ എന്തില്ല?
ബോഡിയിൽ എന്ത് ഉപയോഗിക്കും? ഫാറ്റിനെ കൂടുതൽ യൂസ് ചെയ്യും. കീറ്റോൺ ബോഡീസ് പുറത്തേക്ക് പോകും. അപ്പൊ ഓപ്ഷൻ ഏതാണ്? 4. ബോത്ത് 2 and 3. അപ്പൊ താങ്ക് യു മക്കളെ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.